ഹായ് വെൽക്കം ബാക്ക് ടു JM ലേൺ സെന്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നോക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഏകദേശം ഇവിടം വരെ റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ് എന്ന ഈ ഒരു പാരഗ്രാഫ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതുവരെ എന്തായിരുന്നു ഈ സ്റ്റോറിയിൽ സംഭവിച്ചത്? മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആ ഒരു 12 വയസ്സുള്ള കുട്ടി പുഴ കാണാൻ പോവുകയാണ് അല്ലെ, ഒരു റിവർ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. റിവർ അടുത്താണോ? അല്ല, ഈ കുട്ടിയുടെ വീടിന്റെ മുമ്പിലൊരു മൗണ്ടെയിൻ ഉണ്ട്. ഈ മൗണ്ടെയിനിന്റെ അപ്പുറത്താണ് ഈ റിവർ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുട്ടി അവിടേക്ക് എത്തിയിട്ടില്ല. ഹീസ് ഓൺ ദ വേ. ഓക്കെ, കുട്ടി അവിടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് നോക്കാം. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. Soon the boy was in the valley. ഏകദേശം ആ ഒരു താഴ്വാരത്തിലേക്ക് നമ്മുടെ കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ദ പാത്ത്, ഇനി എങ്ങോട്ടാ കയറി പോകേണ്ടത്? ഇനി മൗണ്ടെയിൻ ചുറ്റണം അല്ലേ. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. പിന്നെ ആ പാത്ത് നേരെ, ആ വഴി നേരെ എങ്ങോട്ടാണ് ഉയർന്നു പോകുന്നത്? ആ മൗണ്ടെയിൻ, ആ മലയിലേക്കാണ്. He met a girl who was coming from the opposite direction. ഈ സമയത്ത് ഈ കുട്ടി ഒരു പെൺകുട്ടി തന്റെ എതിർ ദിശയിൽ നിന്നും വരുന്നത് കണ്ടു. She held a long curved knife. ലോങ് കർവ്ഡ് നൈഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു കത്തി അല്ലെ, ഒരു വളഞ്ഞ കത്തി. അത് എന്തിനു യൂസ് ചെയ്തിട്ടുണ്ട്? വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ആ കത്തി ഉപയോഗിച്ച്, അത് മീൻസ് നമ്മുടെ അരിവാള് പോലത്തെ ഒരു കത്തി ആയിരിക്കണം. അത് വെച്ചിട്ട് അവള് പുല്ല് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. പുല്ലൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു കത്തി അവളുടെ കയ്യിലുണ്ടായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. അവൾ തന്റെ കൈ മൂവ് ചെയ്യുന്ന സമയത്ത്, കൈ ഇളക്കുന്ന സമയത്ത് ആ കയ്യിൽ ധരിച്ചിട്ടുള്ള വളകൾ അവ ഒരു മ്യൂസിക് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അത് എന്തുപോലെ തോന്നി? ആ കൈകൾ എന്തോ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നത് പോലെ തോന്നി. How far is it to the river? Asked the boy. നമ്മുടെ ബോയ് ഈ ഗേളിനോട് ചോദിക്കുകയാണ്, ഏകദേശം റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടാകും? The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. The girl had obviously never been to the river. ഒന്നുകിൽ ഈ ഗേള് ചിലപ്പോൾ ഈ പുഴ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ, അല്ലെങ്കിൽ അവൾ വേറെ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ബിക്കോസ് എന്താ കാരണം? ഷീ സെഡ് 20 മൈൽസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു മടിയും കൂടാതെ അവൾ മറുപടി പറഞ്ഞു 20 മൈലുകൾ. 20 മൈൽസ് പോകണം എങ്കിലേ റിവറിലേക്ക് എത്തും. നേരത്തെ നമ്മുടെ വുഡ് കട്ടർ എന്താണ് പറഞ്ഞത്? 7 മൈൽസ് അല്ലെ. അത് ഏകദേശം ആക്യുറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 20 മൈൽസ് ഇപ്പോൾ ഏകദേശം ബോയ് കുറച്ച് സമയം പിന്നിട്ടിട്ടുണ്ട് അല്ലെ. എന്നിട്ടും ഇനിയും 20 മൈൽസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ശരിയാവാൻ വഴിയില്ല അല്ലെ. അപ്പോ വുഡ് കട്ടർ പറഞ്ഞതായിരിക്കണം ഏകദേശം കറക്റ്റ്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്, ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ് ദ ട്രീസ്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. ബോയ് ചിരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ഓടി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. ഒരു പാരറ്റ്, ഒരു തത്ത അവന്റെ തലക്ക് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. അവനെ തലയ്ക്ക് മുകളിലൂടെ താഴ്ന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കരഞ്ഞിട്ട് പോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ഒരു ചുവപ്പും പച്ചയും കൂടിയുള്ള ഒരൊറ്റ ഫ്ലാഷ് അല്ലെ. തത്തയുടെ കളറാണ് പറയുന്നത്. A flash of red and green. The bird disappeared amongst the trees. ആ ബേർഡ്, ആ പക്ഷി എവിടെ അപ്രത്യക്ഷമായി? ആ മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമായി. A trickle of water came from the hillside and the boy stopped to drink.
The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. A trickle of water came from the hillside. എന്താണ് ട്രിക്കിൾ? ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഇറ്റ് വീഴുന്നതാണ്. അപ്പോൾ എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. ആ കുന്നിൻ്റെ ഒരു സൈഡിലൂടെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. ബോയ് അവിടെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ്. ആ വെള്ളം വളരെ തണുത്തതായിരുന്നു, പക്ഷെ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു, നല്ല ഉത്സാഹം തരുന്നൊരു വെള്ളമായിരുന്നു. However, it seemed to have the effect of making him more thirsty. പക്ഷെ അത് കുട്ടിക്ക് എങ്ങനെയാണ് വെള്ളം കുടിച്ചപ്പോൾ തോന്നിയത്? കൂടുതൽ കൂടുതൽ അത് അവനെ തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ, അല്ലെ, ദാഹമുള്ളവനാക്കി മാറ്റി എന്നാണ് തോന്നിയത്. The sun was striking his side of the hill. അവൻ നടക്കുന്ന ആ കുന്നിന്റെ ആ സൈഡിലായിരുന്നു അപ്പോൾ സൂര്യൻ ഉണ്ടായിരുന്നത്. And the dusty path became hotter, the stones scorching the boy's feet. വഴി, ആ പൊടി പിടിച്ച വഴി എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ചൂട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ കല്ലുകൾ, ചുട്ട് പഴുത്ത കല്ലുകൾ നമ്മുടെ കുട്ടിയുടെ കാലുകളെ ചൂട് പിടിപ്പിച്ചു. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അവൻ ഉറപ്പായിരുന്നു അവൻ ഏകദേശം പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ട് എന്ന്. എന്താ കാര്യം? ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. അവൻ ഏകദേശം 1 മണിക്കൂറോളമായിട്ടുണ്ട് നടക്കുന്നു. Presently he saw another boy ahead of him, driving a few goats down the path. പെട്ടെന്ന് തന്നെ അവന് ആരെ കണ്ടു? മറ്റൊരു ബോയ്, മറ്റൊരു കുട്ടിയെ കണ്ടു അവന്റെ മുന്നിലായിട്ട്, അല്ലേ? അവൻ എന്താ ചെയ്യുന്നത്? കുറച്ച് ആടുകളെ, ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്, ആ വഴിയിലൂടെ കുറച്ച് ആടുകളെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ആസ്ക്ഡ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ബോയ് ഈ ആടുകളെ കൊണ്ടുപോകുന്ന കുട്ടിയോട് ചോദിച്ചു, പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്? The village boy smiled in a friendly way and said, "Oh, not far, just round the next hill and straight down." ഈ കുട്ടി, നമ്മുടെ വില്ലേജ് ബോയ്, നമ്മുടെ ബോയെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു, അല്ലെ? ഒന്ന് ഫ്രണ്ട്ലി വേ, ഒരു സൗഹാർദ്ദപരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നോട്ട് ഫാർ, അത്ര അകലമൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ. ഈ അടുത്ത കുന്ന്, അല്ലെ, നെക്സ്റ്റ് ഹിൽ, അടുത്ത കുന്നൊന്ന് റൗണ്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങിയാൽ എന്തായി? പുഴ വരെ എത്തി. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. The boy feeling hungry, അല്ലെ, നേരത്തെ കുറച്ച് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ അവന് എന്ത് തോന്നി? കുറച്ച് നല്ല വിശപ്പ് തോന്നി, അല്ലെ? സോ അവൻ വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? യെസ്, ലോഫ് ഓഫ് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? സോ ഹി അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്. അവൻ തന്റെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലോഫ് ഓഫ് ബ്രെഡ് അൺറാപ്ഡ്, റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, അൺറാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പൊതി അഴിക്കുക, അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ പൊതി അഴിച്ചിട്ട് അത് നേരെ പകുതിയാക്കി, ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തു. ഓഫറിംഗ് വൺ പോർഷൻ ടു ദ വില്ലേജ് ബോയ്. എന്തിനായിരുന്നു കട്ട് ചെയ്തത്? ഒരു ഭാഗം ആർക്ക് കൊടുത്തു? നമ്മുടെ വില്ലേജ് ബോയ്ക്ക് ഓഫർ ചെയ്തു. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. അവർ ആ കുന്നിന്റെ സൈഡിൽ ഇരുന്നിട്ട് മിണ്ടാതെ, സൈലൻസ്, ആ ഒരു സൈലൻസിൽ ഇരുന്നിട്ട് അവർ അത് കഴിച്ചു. When they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time his companion had to diverge along another path and the boy was once more on his own. അപ്പോൾ നമ്മുടെ ബോയ്ക്കൊരു ഫ്രണ്ടിനെ കിട്ടുകയാണ്, അല്ലെ? ഒരു കമ്പാനിയനെ കിട്ടുകയാണ്. ആരാണ്? ഒരു വില്ലേജ് ബോയ്.
വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ്, അവർ ഭക്ഷണം കഴിച്ച് തീർന്നപ്പോൾ ദേ വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗാൻ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്, അവർ നടന്ന് സംസാരിച്ചു കൊണ്ടിങ്ങനെ നടന്നു. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ്, നമ്മുടെ ബോയ് തൻ്റെ വേദനിപ്പിക്കുന്ന കാലുകളെ കുറിച്ച് അവന് ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ, ആ സൂര്യൻ്റെ ചൂട് അവനെ ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്, ഇതുവരെ വന്ന ദൂരം അത് അവനെ അത്ര ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ, ഇനി കവർ ചെയ്യാനുള്ള, ഇനി അവന് നടന്നു തീർക്കാനുള്ള ആ ദൂരവും അവന് കാര്യമാക്കിയില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് എലോങ് അനദർ പാത്ത്, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കണമല്ലോ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കമ്പാനിയൻ, ആരാണ് കമ്പാനിയൻ? വില്ലേജ് ബോയ്. ഈ വില്ലേജ് ബോയ്ക്ക് മറ്റൊരു പാത്തിലേക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ ബോയ്ക്ക് റിവറിലേക്ക് പോകാൻ ഒരു വഴിയും വില്ലേജ് ബോയ്ക്ക് പോകാനുള്ള മറ്റൊരു വഴിയുമായപ്പോൾ അവൻ അവിടെ വെച്ച് അവർ പിരിഞ്ഞു. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ, ഒരു വട്ടം കൂടെ ബോയ് തൻ്റെ വഴിയിൽ അവൻ തനിച്ചായി. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. നമ്മുടെ കുട്ടി യാത്ര തുടരുകയാണ്. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, അവൻ ആ വില്ലേജ് ബോയെ വല്ലാണ്ട് മിസ് ചെയ്തു. ഹി കുഡ് നോട്ട് ബി സീൻ, അവനിപ്പോൾ കാണാനേ ഇല്ല, അല്ലെ, അവർ രണ്ടുപേരും രണ്ട് വഴിയിലേക്കാണ് തിരിഞ്ഞത്. സോ അവനെ ഇപ്പോൾ കാണാനേ ഇല്ല. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, ഇപ്പോൾ മൗണ്ടെയിൻ്റെ മറ്റേ സൈഡിലായതുകൊണ്ട് തന്നെ അവന് വീടും അവൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ, പക്ഷെ എന്ത് കാണുന്നില്ല, വീട് തൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. വില്ലേജ് ബോയ് അവൻ്റെ വഴിയിലൂടെ പോയി, അവനും കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പക്ഷെ പുഴ എത്തിയോ? ഇല്ല, പുഴയുടെ യാതൊരു കാഴ്ചയും കാണാനുമില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്, അവനൊരു നിരാശ തോന്നി, ഒരു നിരുത്സാഹം തോന്നി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്, അവന് തൻ്റെ ബ്രെഡ് തീർന്നു പോയതിൽ ഒരു സങ്കടം തോന്നി. എന്താ കാര്യം? ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ, ചിലപ്പോൾ അവന് ഇനിയും കുറേ ദൂരം പോകാനുണ്ടെങ്കിൽ അവൻ ആ ബ്രെഡ് ഇനിയും ആവശ്യമായി വന്നേക്കാം. He was determined to see the river. He walked on along the hot, dusty, stony path past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവന് പുഴ കണ്ടേ തീരൂ എന്ന് തീരുമാനിച്ചു. ഹി വാക്ക്ഡ് ഓൺ, അവൻ നടത്തം തുടർന്നു. എലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്, എങ്ങനെ ഏതിലൂടെയായിരുന്നു? ആ ചൂട് പിടിച്ച പൊടി പിടിച്ച ആ ഒരു കല്ലുകളൊക്കെ ഉള്ള ആ ഒരു വഴിയിലൂടെ അവൻ നടത്തം തുടർന്നു. പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്, അവന് ചെറിയ ചെറിയ കുടിലുകളൊക്കെ കടന്നു പോയി. അൻറ്റിൽ there were no more fields or huts, അവസാനം എവിടം വരെ എത്തി? ഇവിടെ ഇനി ഒരു കുടിലുകളോ ഒന്നും ഫീൽഡുകളോ ഒന്നും കാണുന്നില്ല എന്നൊരു അവസ്ഥ വരെ എത്തി. പിന്നെ എന്ത് മാത്രമേ കാണാനുള്ളൂ? ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്, ആകെ ഇപ്പോൾ കാഴ്ചയിലുള്ളത് ഫോറസ്റ്റ്, ഒരു കാട്, ആൻഡ് സൺ, സൂര്യനുണ്ട്, ആൻഡ് ലോൺലിനെസ്, പിന്നെ മുഴുവൻ ഏകാന്തത മാത്രം കാണാനുള്ളൂ. No, there was no man or any sign of man's influence. ഒരു മനുഷ്യനെയും അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ or any sign of man's influence, അല്ലെങ്കിൽ മനുഷ്യന്റെ യാതൊരു സ്വാധീനവും അവിടെ കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? മനുഷ്യൻ ചെന്ന് കയറിയിട്ടുള്ളിടത്തൊക്കെ മനുഷ്യൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും, അല്ലേ? ചിലപ്പോൾ മരങ്ങൾ മുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറച്ച് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനുഷ്യൻ സഞ്ചരിച്ച് പോയ വഴികൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു സ്ഥലത്ത് മനുഷ്യൻ്റെ യാതൊരു ഇൻഫ്ലുവൻസ്, മനുഷ്യൻ കടന്നു ചെന്നിട്ടുള്ള ഒരു അടയാളവും അവിടെ കാണാനില്ലായിരുന്നു. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്, ആകെ എന്ത് മാത്രമുള്ളായിരുന്നു? മരങ്ങളും പാറകളും അതുപോലെ പൂക്കളുടെ കൂട്ടങ്ങളും, ഇത് മാത്രമുള്ളായിരുന്നു. ആകെ സൈലൻസ്, ഓൺലി സൈലൻസ്.
The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. മൊത്തം സൈലൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു സൈലൻസ് അത് എങ്ങനത്തെ ആയിരുന്നു? ദാറ്റ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. അത് നല്ല ഒരു ആസ്വദിക്കാൻ കഴിയുന്നതുമായിരുന്നു, അതേസമയം കുറച്ച് പേടിപ്പെടുത്തുന്നതും ആയിരുന്നു. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. അതൊരു റൂമിൻ്റെ സൈലൻസ് അല്ലേ. റൂമിൽ നിശബ്ദത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് അല്ലെ, നിശബ്ദമായൊരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. അതുപോലെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു സൈലൻസ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്. അത് ആ സ്പേസ് അല്ലേ, ആ ഒരു ശൂന്യതയുടെ നിശബ്ദത എന്ന് പറയാം. ഓഫ് ദ അൺനോൺ, അല്ലെങ്കിൽ എന്താണ്, ദ സൈലൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിശബ്ദത എന്ന് വേണം. അത്രമേൽ നിശബ്ദമായിരുന്നു ആ ഒരു സ്ഥലം. Then as the boy rounded a sharp bend, the silence broke into sound. ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ബോയ് ഇങ്ങനെ നടന്നു പോകുന്നു, ബോയിൻ്റെ കൂടെ എന്ത് മാത്രമേ ഉള്ളൂ, ആ ഒരു നിശബ്ദത മാത്രം, വേറെ ഒരു സൗണ്ടും കേൾക്കാനില്ല. Then as the boy rounded a sharp bend, പിന്നെ ഒരു നല്ലൊരു വളഞ്ഞൊരു വഴി കവർ ചെയ്ത് വന്നപ്പോൾ the silence broke into sound. ആ സൈലൻസിനെ ആര് മുറിച്ചു? ഒരു പെട്ടെന്നൊരു സൗണ്ട് വന്നിട്ട് ആ നിശബ്ദത ഇല്ലാതെയാക്കി. ഈ സഡൻ റോറിങ് സൗണ്ട്, ഒരു സൗണ്ട് അല്ലേ, അതെങ്ങനെയായിരുന്നു? ഒരു പെട്ടെന്നാണ് ആ സൗണ്ട് കേട്ടത്. ദ സൗണ്ട് ഓഫ് ദ റിവർ. എന്തായിരുന്നു ആ സൗണ്ട്? ദ സൗണ്ട് ഓഫ് ദ റിവർ അല്ലേ, പുഴയുടെ ശബ്ദം. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. അല്ലേ, നമ്മൾ ഇത്രയും വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ബോയ് നടന്ന് ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ അവരുണ്ടാകുന്ന സന്തോഷം. അതാണ് ഈ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മുടെ റസ്കിൻ ബോണ്ട് വിവരിച്ചു തരുന്നത് അല്ലേ. ആ ഒരു സന്തോഷം നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ബോയ് റിവറിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫാർ ഡൗൺ ഇൻ ദ വാലി, ആ താഴ്വാരത്ത് കുറേ അകലെയായിട്ട്, ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. ആ റിവർ എന്ത് ചെയ്യുന്നു? ആ പാറകൾക്ക് മുകളിലൂടെ ഇങ്ങനെ മറിഞ്ഞൊക്കെ ഒഴുകുന്നു. ദ ബോയ് ഗ്യാസ്പ്ഡ്, ബോയ് നിന്ന് കിതച്ചു. ആൻഡ് ബിഗാൻ ടു റൺ, അവൻ ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, അവന് കാലിടറി വീണു, തെന്നി വീണു. എന്നിട്ടും ബട്ട് സ്റ്റിൽ ഹി റാൻ, എന്നിട്ടും അവന് ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. പിന്നെ അവൻ എവിടെ എത്തിച്ചേർന്നു? ആങ്കിൾ ഡീപ്പ്, അഥവാ അവൻ്റെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആങ്കിൾ മീൻസ് നമ്മുടെ കാല് ഞെരിയാണ് അല്ലേ, കാല് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടാവണം അല്ലെ. ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. ആ റിവർ വാട്ടറിനെ എങ്ങനെയാണ് റസ്കിൻ ബോണ്ട് വിവരിക്കുന്നത്? പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ, വേദനിപ്പിക്കുന്ന തരത്തിൽ തണുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തണുത്ത ആ ഒരു മൗണ്ടെയിൻ വാട്ടറിൽ നമ്മുടെ ബോയ് ഇറങ്ങി നിന്നു. അവന് ആ ഒരു റിവറിൻ്റെ ആ ഫീൽ അല്ലേ, അത് അവൻ സ്വയം ഫീൽ ചെയ്യുകയാണ്. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. വെള്ളം എങ്ങനത്തേതായിരുന്നു? അതിൻ്റെ കളർ എങ്ങനത്തെയായിരുന്നു? ബ്ലൂ ആൻഡ് വൈറ്റ്, ചെറിയൊരു വെള്ളയും നീലയും കലർന്നൊരു കളറായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് വണ്ടർഫുൾ, വളരെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു വെള്ളം കൂടി ആയിരുന്നു അല്ലേ. വളരെ നല്ല ഭംഗിയുള്ളൊരു, വളരെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു റസ്കിൻ ബോണ്ട് നമുക്കായിട്ട് പറഞ്ഞു തന്നത്. സിമ്പിൾ സ്റ്റോറിയാണ്. ഒരു ബോയ് എങ്ങനെയാണ് റിവറിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത്. അതുപോലെ ബോയ്, നമ്മുടെ കുട്ടിയുടെ എക്സ്പ്രഷൻസ് അല്ലേ, ആ വെള്ളമൊക്കെ കണ്ടപ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്